നമസ്കാരം. ബഹിരാകാശം ഒരു വ്യവസായമാണോ? ഈ ഒരു ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. തീർച്ചയായിട്ടും ബഹിരാകാശം അല്ലെങ്കിൽ ബഹിരാകാശ വ്യവസായം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബഹിരാകാശ ഗവേഷണ പര്യവേഷണ രംഗം ഒരു വ്യവസായം കൂടിയാണ്. അതായത് മറ്റു പല ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് ഇന്ത്യൻ പേടകങ്ങൾ നീങ്ങുന്നത്, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കും സ്വകാര്യ കമ്പനികൾക്കുമൊക്കെ ISROയുമായി ബന്ധപ്പെട്ട് മറ്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ടുള്ള അവർക്ക് ചില ഔട്ട്സോഴ്സിംഗ് ജോലികൾ കൊടുക്കുന്നതും ആ ഒരു വ്യവസായം വളർന്നു വരുന്നതുമൊക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു വ്യവസായ മേഖലയുടെ പരിധിയിൽ നമുക്ക് ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ പെടുത്താം. തീർച്ചയായിട്ടും ഇന്ത്യൻ ബഹിരാകാശ വ്യവസായം വളർച്ചയുടെയും അതുപോലെ വികസനത്തിൻ്റെയും സുപ്രധാന കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 10 വർഷമായി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത നമ്മുടെ ഒരുപാട് നേട്ടങ്ങൾ, നമ്മുടെ ഒരുപാട് വിക്ഷേപണങ്ങൾ, ചന്ദ്രയാൻ, ആദിത്യ L1 അടക്കമുള്ള വിക്ഷേപണങ്ങൾ ഒക്കെ തന്നെ വലിയ തോതിൽ നമുക്ക് വ്യാവസായിക രംഗത്തും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ രംഗത്തും വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കി തന്നത്. രാജ്യത്തെ സ്വകാര്യ മേഖലയ്ക്ക് മികച്ച അവസരമാണ് ഇപ്പോൾ ബഹിരാകാശ വ്യവസായം നൽകുന്നത് എന്നാണ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും ബഹിരാകാശ കമ്മീഷനും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഓർഗനൈസേഷൻ ചെയർമാനുമായ S. സോമനാഥ് പറയുന്നത്. അദ്ദേഹമാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. കൊച്ചി കളമശ്ശേരിയിലെ ഹൈടെക് പാർക്കിൽ NEST ഗ്രൂപ്പിന്റെ SFO ടെക്നോളജീസിന്റെ സീറോ എമിഷൻ സംരംഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. അതായത് സ്വകാര്യ മേഖല ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തിന് നൽകുന്ന സേവനങ്ങൾ അത് ISROയുടെയും ഇന്ത്യയുടെയും മാത്രമല്ല ഈ സ്വകാര്യ മേഖലയുടെ വളർച്ചയ്ക്ക് വരെ ഗുണകരമായി ഭവിക്കുന്നു എന്ന ഒരു പുതിയ നൂതനമായ ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല രാജ്യത്തെ ബഹിരാകാശ വ്യവസായം അടുത്ത 5-10 വർഷത്തിനുള്ളിൽ $2 ബില്യൺ നിന്ന് $9 മുതൽ $10 ബില്യൺ വ്യവസായമായി മാറും എന്നാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വളർച്ചയാണ് പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ വ്യാവസായിക രംഗത്തിന് വലിയ നേട്ടമാണ് അത് എന്ന കാര്യം കൂടി S. സോമനാഥ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ISROയുടെ വിവിധ ദൗത്യങ്ങൾക്കായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയിൽ നിന്ന് ഏതാണ്ട് 400-ലധികം സ്വകാര്യ മേഖലാ കമ്പനികൾ പ്രയോജനം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ സർക്കാരിന്റെ ബഹിരാകാശ മേഖലയിലെ പുതിയ നയസംരംഭങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ SFO ടെക്നോളജീസ് പോലുള്ള കമ്പനികൾ മികച്ച നിലയിലാണ്. അതുപോലെ അനവധി കമ്പനികളുണ്ട്. അതിൽ ഒരു നട്ടുണ്ടാക്കുന്നത് മുതൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു പേടകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടാക്കുന്ന മേഖല വരെ സ്വകാര്യ മേഖലയുമായി ചേർന്ന് വെച്ചുകൊണ്ടാണ് ഈ ISRO വികസിപ്പിച്ചെടുക്കുന്നത് എന്നത് മറ്റൊരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും സ്വകാര്യ മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ട്, സ്വകാര്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ISRO പോലുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ മുന്നേറുന്നത്. അത് തീർച്ചയായിട്ടും രാജ്യത്തിന് മൊത്തമായ വളർച്ചയെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും ഉണ്ടാകുന്ന ഒരേ രീതിയിലുള്ള വളർച്ചയെക്കുറിച്ച് ആണ് അദ്ദേഹം സംസാരിച്ചത്, S. സോമനാഥ് സംസാരിച്ചത്. തീർച്ചയായിട്ടും അത് പുതിയൊരു ആശയമല്ല. എന്നാൽ പോലും അത് ഭാവിയിൽ അത് ഏതാണ്ട് $9-10 ബില്യൺ വളർച്ചയായി അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വലിയൊരു പിന്തുണ നൽകാൻ അതുകൊണ്ട് കഴിയും. മാത്രമല്ല അതിലൂടെ സ്വകാര്യ മേഖലയും സ്വകാര്യ കമ്പനികളും വളർന്നു വരുന്നു. നമ്മൾ സ്വകാര്യ മേഖലയെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. സർക്കാർ സംവിധാനങ്ങൾ സ്വകാര്യ മേഖലയുമായി ചേർന്ന് നടത്തുന്ന അനവധി പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ വ്യവസായ രംഗത്ത്, ബഹിരാകാശ വ്യവസായ രംഗത്ത് പുതിയ കമ്പനികൾ കടന്നു വരുന്നത് എന്നുള്ളതാണ് ഒരു ആശയ സംഹിതയായി ഡോക്ടർ S. സോമനാഥ് അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും അതൊരു നൂതന ആശയം തന്നെയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പുതിയ ആശയം തന്നെയാണ്. സ്വകാര്യ മേഖലയിലെ പല കമ്പനികളും ഇത്തരത്തിൽ ISRO പോലുള്ള ഏജൻസികൾക്ക് പിന്തുണ കൊടുക്കുമ്പോൾ രാജ്യമാണ് വളരുന്നത്, രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയാണ് വളരുന്നത്, രാജ്യത്തെ വ്യവസായ രംഗമാണ് മുന്നേറുന്നത് എന്നത് യാഥാർത്ഥ്യം. ഇതിനെ കുറ്റപ്പെടുത്താനും ഇതിനെ വിമർശിക്കാനും ആളുകൾ ഉണ്ടാകും. പക്ഷേ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് കൈകോർത്ത് നിന്ന്, സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒക്കെ ഒന്നിച്ച് കൈകോർത്ത് നിന്ന് മുമ്പോട്ട് പോകുന്ന ആ ആശയമാണ് എല്ലായിടത്തും വിജയിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്ന കാര്യമാണ് ISRO ചെയർമാൻ ചൂണ്ടിക്കാട്ടിയത്. തീർച്ചയായിട്ടും ഈ നൂതനാശയം ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള പദ്ധതി ISROയും മറ്റ് ഏജൻസികളും, സർക്കാർ ഏജൻസികളും, DRDO പോലുള്ള ഏജൻസികൾ, HAL പോലുള്ള ഏജൻസികൾ, അതുപോലെ ഈ SFO പോലുള്ള സ്വകാര്യ ഏജൻസികളൊക്കെ തന്നെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ബഹിരാകാശ വ്യവസായ രംഗത്തിനെ ശക്തിപ്പെടുത്താനുള്ള ആ ഒരു ശ്രമമാണ് ഭാവിയിൽ നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിന് ബില്യൺ കണക്കിന് ഡോളറുകളുടെ വ്യവസായം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നു ബഹിരാകാശ രംഗവുമായി ബന്ധപ്പെട്ട് എന്ന കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. ഈ ആശയത്തെ ഹൃദയത്തോട് ചേർത്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. തീർച്ചയായിട്ടും അത് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യാവസായികമായ വളർച്ചയ്ക്കും വ്യാവസായികമായ ഉന്നമനത്തിനും ഏറ്റവും ശക്തമായ ആശയം പ്രദാനം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.